എറണാകുളത്ത് അപകടമുണ്ടാക്കിയ കല്ലട ബസിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ നീക്കം ആരംഭിച്ച മോട്ടോർ വാഹന വകുപ്പ്. രജിസ്ട്രേഷനും പെർമിറ്റും റദ്ദാക്കാൻ നാഗാലാൻഡ് സർക്കാരിനോട് ആവശ്യപ്പെടും. അപകടത്തിന്റെ അന്തിമ റിപ്പോർട്ട് കിട്ടിയാൽ നടപടികൾ ആരംഭിക്കും. അതിവേഗത്തിൽ സിഗ്നൽ മറികടക്കാനുള്ള ബസിന്റെ ശ്രമമാണ് ബൈക്ക് യാത്രികനായ ജിജോ സെബാസ്റ്റ്യന്റെ മരണത്തിന് കാരണമായ അപകടമുണ്ടാക്കിയത്. 30 സീറ്റുകൾക്ക് അനുമതിയുള്ള ബസ്സിൽ 36 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. രൂപമാറ്റമടക്കമുള്ള നിയമലംഘനങ്ങളും ബസ്സിലുണ്ട്. നാഗാലാൻഡ് രജിസ്ട്രേഷൻ ആയതിനാൽ പെർമിറ്റും രജിസ്ട്രേഷനും റദ്ദാക്കുന്നതിന് സംസ്ഥാന മോട്ടോർ വകുപ്പിന് പരിമിതികളുമുണ്ട്. ബസിന്റെ രജിസ്ട്രേഷനും പെർമിറ്റും റദ്ദാക്കാൻ നാഗാലാൻഡ് സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം. അപകടം സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള നടപടികൾ ആരംഭിക്കും. സർക്കാർ തലത്തിൽ തന്നെ വിഷയം അവതരിപ്പിക്കാനും ആലോചനയുണ്ട്. അതിവേഗവും കടുത്ത നിയമലംഘനങ്ങളും തുടർക്കഥയാകുമ്പോഴും അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ലോബിയെ പൂട്ടാനാകാത്ത സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. കേരളത്തിലെ കടുത്ത ഫൈനുകളും രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങളും മറികടക്കാൻ ഇതര സംസ്ഥാനങ്ങളിൽ ബസ്സുകൾ രജിസ്റ്റർ ചെയ്യുന്നതാണ് പ്രധാന പ്രശ്നം. നാഗാലാൻഡും അരുണാചൽ പ്രദേശുമാണ് ഇത്തരക്കാരുടെ ഇഷ്ടകേന്ദ്രം. കേരളമടക്കം സർവീസ് നടത്തുന്ന സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന വകുപ്പുകൾക്ക് പെർമിറ്റിലും രജിസ്ട്രേഷനിലും ഒന്നും കൈവയ്ക്കാനാവില്ലെന്നതാണ് മുഖ്യ ആകർഷണം. ഇടനിലക്കാർ വഴി വളരെ എളുപ്പത്തിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാമെന്നതും ബസ്സുടമകളെ ആകർഷിക്കുന്നു. സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കും സർവീസ് നടത്തുന്ന മിക്ക സ്ഥാപനങ്ങളുടെയും ഭൂരിഭാഗം ബസ്സുകളും ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തവയാണ്. ജനം, തിരുവനന്തപുരം.